ഒരു പ്രധാനപ്പെട്ട സംഗതി എനിക്ക് കുമാർ ചെല്ലപ്പൻ സാറിനോട് ചോദിക്കാനുണ്ട്. അതായത് ഇപ്പോൾ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ഉയർത്തിക്കാട്ടിയ ആ പുസ്തകം ഉണ്ടല്ലോ, 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി, അതായത് ജനറൽ എം നരവന എഴുതിയ പുസ്തകം. ആ പുസ്തകത്തിൻ്റെ ആധികാരികത ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ പ്രസാധകരായിരിക്കുന്ന പെൻഗ്വിൻ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഈ പുസ്തകം ഡിജിറ്റൽ രൂപത്തിലോ പ്രിൻ്റ് രൂപത്തിലോ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പുസ്തകം എവിടെ നിന്ന് കിട്ടി? വ്യാജമായിട്ട് ഇതിൻ്റെ കോപ്പി സംഘടിപ്പിച്ചതാണോ? അങ്ങനെയാണ്, പൈറേറ്റഡ് കോപ്പിയാണ്. പൈറേറ്റഡ് കോപ്പി ആണെങ്കിലും പ്രശ്നമുണ്ട്. ഇതിൻ്റെ മാനുസ്ക്രിപ്റ്റ്, കയ്യെഴുത്ത് രൂപം അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത DTP വെർഷൻ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് അനുസരിച്ച്, ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് പ്രകാരം കേന്ദ്ര സർക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പക്കലും ജനറൽ നരവാനയുടെയും പക്കൽ മാത്രമുള്ള ഈ കോപ്പി പുറത്തു പോകുന്നത്? ഗുരുതരമായ പ്രശ്നമാണ് ഇത്. വളരെ ഗുരുതരമായ പ്രശ്നമാണ് സുനിൽ. ഞാൻ ഇന്ന് ടെലിവിഷനിൽ കണ്ട കാര്യം, രാവിലെ ഈ ഒരു ആർക്കൈവ് ഷോട്ടാണോന്ന് എനിക്കറിയില്ല, എല്ലാ TV ചാനൽസിലും, ഉത്തരേന്ത്യൻ TV ചാനൽസിലും, പ്രത്യേകിച്ച് കേരളത്തിലല്ല, അവരെ എന്നോട് ചോദിക്കരുത് ദയവീത്. ഈ ജനറൽ നർവാനയുടെ പുസ്തകം എന്ന് പറഞ്ഞ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പേരിലുള്ള പുസ്തകം ഇദ്ദേഹം ഉയർത്തിക്കാട്ടുന്ന കണ്ടു നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പെൻഗ്വിൻ പറയുന്നു അവരെ പുസ്തകം അങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടില്ല, പബ്ലിഷ് ചെയ്തില്ല, പ്രിന്റ് ചെയ്തിട്ടും കൂടി ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഡിജിറ്റൽ കോപ്പി ഇല്ല എന്ന് പറയും. ഇല്ല. അപ്പോൾ ഇത് എങ്ങനെ ഇങ്ങനൊരു പുസ്തകം വന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് രാഹുൽ ഗാന്ധി മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. അത് വേണുഗോപാലൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ആമസോണിൽ നിന്ന് എങ്ങനെയാണ് വാങ്ങണേ? പെൻഗ്വിൻ പബ്ലിഷ് ചെയ്യാതെ ആമസോണിൽ പുസ്തകം വരുമോ? ആമസോണിലൊരു പുസ്തകം കിട്ടണമെങ്കിൽ ഇപ്പോൾ അങ്ങ് പുസ്തകം മേടിക്കുന്ന മുഴുവൻ ആമസോണിൽ നിന്നായിരിക്കും. ഈ ആമസോണിൽ വരണ എപ്പോഴാണ് പുസ്തകം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ അവർ അനൗൺസ് ചെയ്യും, ദിസ് ബുക്ക് ഈസ് അവൈലബിൾ ഓൺ ആമസോൺ എന്ന്. അപ്പോഴാണ് അങ്ങ് അവരെ ബന്ധപ്പെടുകയും പുസ്തകം അങ്ങേക്ക് വീട്ടിലെത്തിച്ചു തരികയും ചെയ്യുന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പം പെൻഗ്വിൻ പറയുന്നത് എന്താ? ഞങ്ങൾ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന്. പ്രശ്നം തീർന്നു അവിടെ വെച്ചിട്ട്. അത് മാത്രമല്ല, ഇതിൽ നിന്നിപ്പോൾ രക്ഷപ്പെടേണ്ട ബാധ്യത പെൻഗ്വിൻ എന്ന് പറയുന്ന പബ്ലിഷിംഗ് ഹൗസിനുണ്ട്. കാരണം അങ്ങേക്ക് ഓർമ്മയുണ്ടാവും, വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് വെൻഡി ഡോണിഗർ എന്ന് പറയുന്ന ഒരു വനിത ഒരു പുസ്തകം എഴുതി, ആൻ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി ഫോർ ഹിന്ദുയിസം എന്ന് പറഞ്ഞിട്ട്. സ്വാമി വിവേകാനന്ദനെയൊക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചു. ഹിന്ദുയിസത്തെ എന്താ പറയുക, ആക്ഷേപിച്ചുകൊണ്ട് ഭർസിച്ചുകൊണ്ട്, ഭർസിക്കുക എന്നുള്ളൊരു വാക്കാണ്, എനിക്ക് അത്ര ഇംഗ്ലീഷ് എനിക്കറിയില്ല. അപ്പോൾ അത് വലിയ വിഷയമായി, ഇൻ്റർനാഷണൽ ലെവലിൽ ആ പുസ്തകം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. ആ സമയത്ത് നമ്മുടെ ഭാരതത്തിൽ ഒരു അധ്യാപക സംഘടന, ദേശീയ അധ്യാപക സംഘടനയുണ്ട്, സംഘത്തിൻ്റെ കീഴിലുള്ള NTU, നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ. അതെ, അതിൽ അതിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഒരു വയോധികനായ ഒരു മനുഷ്യൻ, ബത്ര എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഫുൾ നെയിം ഞാൻ മറന്നുപോയി, ഓൾഡ് ഏജ് ഇസ് കാച്ചിങ് അപ്പ് വിത്ത് മീ. അദ്ദേഹം പെൻഗ്വിന് ഒരു എഴുത്തെഴുതി. ഈ പുസ്തകത്തെ പറ്റി ഞാൻ വായിച്ചു. ഈ പുസ്തകം എനിക്ക് അമേരിക്ക എന്നൊരു സുഹൃത്ത് അയച്ചു തന്നു. ഇതിൽ പറഞ്ഞിരിക്കണം മുഴുവനും തെറ്റോ ശരിയോ എന്നുള്ളത് അത് ഓതറാണ് പറയേണ്ടത്. ഞാനത് ഒന്നും ചോദിക്കുന്നില്ല. പക്ഷേ അവർ പറഞ്ഞിരിക്കുന്നത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ എവിഡൻസ് ഉണ്ടോ? ആ എവിഡൻസ് ഇല്ല എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഈ പുസ്തകത്തിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങും എന്ന് പറഞ്ഞു. അത് അമേരിക്കയിലായിരിക്കും കേസ് കൊടുക്കുക. അമേരിക്കയിൽ ഈ ബത്ര ഇങ്ങനൊരു പുസ്തകത്തിനെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, പെൻഗ്വിൻ്റെ ഒരു 10 തലമുറ കൊടുക്കേണ്ടി വരും കാശ്, കോമ്പൻസേഷൻ. അതൊക്കെ സത്യമല്ല, നുണയാണ് എഴുതിയെന്നുള്ളത് പറഞ്ഞിട്ട്. എന്ത് പറ്റിയെന്നറിയാമോ? ഈ സ്ത്രീ വെൻഡി ഡോണിഗർ എന്ന് പറഞ്ഞ സ്ത്രീ, അവരൊരു ഇവാഞ്ചലിസ്റ്റാണ്, ഒരു ക്രിസ്ത്യൻ മൗലികവാദിയാണ്, ഫണ്ടമെൻ്റലിസ്റ്റാണ്. അവർ ബത്രാജിയോട് മാപ്പ് പറഞ്ഞ് എഴുത്തെഴുതി, ഞങ്ങളെ എന്താ പറയണ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല, ഇതിൽ നിങ്ങൾക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഓൺലി വൺ ഓൾട്ടർനേറ്റീവ്, നിങ്ങൾക്ക് പുസ്തകം മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കേണ്ടി വരുന്നു. പെൻഗ്വിൻ എന്ത് ചെയ്തു എന്നറിയാം? അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പുസ്തകവും അവരുടെ ഗോഡൗണിൽ കൊണ്ടുപോയി അടിച്ച് പൾപ്പാക്കി കത്തിച്ചു കളഞ്ഞു. അത് മുഴുവൻ
അത് കഴിഞ്ഞ് അവർ വേറെ പുസ്തകം എഴുതി. ദാറ്റ്സ് അനദർ തിങ്. അന്ന് ഇവിടുത്തെ ഈ നമ്മുടെ കുറെ മതേതര ലിബറൽ ഡമാല ഗുണ്ടന്മാരുണ്ടല്ലോ, സീതാറാം യെച്ചൂരിയെ, പ്രകാശ് കാരറ്റ്, അങ്ങനെയുള്ളവരും പിന്നെ ഗോപാലകൃഷ്ണ ഗാന്ധിയോ അങ്ങനെയൊക്കെയുള്ള കുറെ അലമ്പ് കേസുകൾ ചേർന്നിട്ട് പറഞ്ഞു സംഘപരിവാറിന്റെ ഫാഷിസ്റ്റ് മുഖമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്ത് സംഘപരിവാർ, എന്ത് അവാസ്തവമായ കാര്യമാണെങ്കിൽ കേസ് കൊടുക്കുന്നു അവർ പേടിച്ച് പുസ്തകം. സ്വാമി വിവേകാനന്ദനെ വരെ വളരെ മോശമായി ചിത്രീകരിച്ചിട്ടുള്ള പുസ്തകമാണത്. അപ്പോഴാണ് മനസ്സിലായത് വെൻഡി ടേണിഗർ എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു എഴുത്തുകാരിയോ ചരിത്രകാരിയോ ഇൻഡോളജിസ്റ്റോ ഒന്നുമല്ല. അവർ സ്വയം പറയും ഞാൻ ഇൻഡോളജിസ്റ്റ് ആണെന്ന്. അത് വിശ്വസിക്കാൻ ഇവിടെ കുറേ മണ്ടന്മാരും. അപ്പം ആ പുസ്തകം അങ്ങനെ എന്താ പറയണ ചാപ്പിടലായിട്ട് അവശേഷിച്ചു ആ പുസ്തകം. പക്ഷെ അതും ഇതുമായിട്ടൊരു വ്യത്യാസമുണ്ട് സാർ. അതൊരു റിലീജിയസ് ആയിട്ടുള്ള നമ്മുടെ അല്ലെങ്കിൽ കൾച്ചറായിട്ട് നമ്മളെ ഹർട്ട് ചെയ്യുന്നതാണ്. ഇത് ഇന്ത്യയുടെ രാജ്യരക്ഷയുമായി അവിടെയാണ് പ്രശ്നം. ഇയാൾ എന്തിനാ രാജ്യരക്ഷാ വകുപ്പിന് മന്ത്രാലയത്തിന് ആ പുസ്തകം കൊടുത്തത്? എന്താ പറയണ പെർമിഷന് വേണ്ടിയിട്ടാണ്. എന്തിനാണ് പെർമിഷൻ കിട്ടുന്നത്? വളരെ സുനിൽ തന്നെ 2-3 തവണ പ്രോഗ്രാമിൽ പറയുകയുണ്ടായി. അത് നമ്മുടെ രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആ പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ, പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുന്നുണ്ടെങ്കിൽ മാത്രമേ ആ പുസ്തകത്തിന്. അത് മാത്രമല്ല, മുമ്പ് നമ്മുടെ മുൻ മേജർ ജനറൽ വി.കെ. സിംഗ്, നമ്മുടെ വി.കെ. സിംഗ് കേന്ദ്രമന്ത്രിയായിരുന്ന വി.കെ. സിംഗ് അല്ല, അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യാസ് എക്സ്റ്റേണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം. അതിന് ഇതുപോലെ വിഷയം വന്നിട്ട് ആ പുസ്തകം റീഡ് ചെയ്തു, അദ്ദേഹത്തിനെതിരെ FIR ഇട്ടു. അതിന്റെ ട്രയല് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ കേസ് അദ്ദേഹത്തിന് 19 വയസ്സുണ്ട്. അദ്ദേഹത്തിന് ഇന്നേ വരെ കേസിൽ നിന്ന് കുറ്റവിമുക്തനോ ആക്കിയിട്ടില്ല. കേസ് അവസാനിച്ചിട്ടില്ല. അത് നടക്കുന്നു. ഇതിനു മുമ്പും കരസേനാ മേധാവികളും ആർമി കമാൻഡർമാരും പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ജനറൽ കൽക്കത്ത് എഴുതിയൊരു പുസ്തകമുണ്ട്, ഇന്ത്യ പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ കമാൻഡർ ശ്രീലങ്കയിൽ പോയ. അതേപോലെ വേറെ പലരും എന്താ പറയണ ഓരോ സൈനിക അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ഒന്നും ഇന്ത്യ ഗവൺമെൻറ് അവരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇന്ന ഭാഗം മാറ്റണം, ഇന്ന ഭാഗം പ്രസിദ്ധീകരിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതൊക്കെ അനുമതി കൊടുത്തു. കാരണം അതൊക്കെ എഴുതിയത് ഒരു പ്രൊഫഷണൽ സോൾജിയറാണ്. അവർക്കറിയാം എവിടെ എഴുതണം, എവിടെ. സാർ പറഞ്ഞു വരുന്നത് നരവാന ഒരു പ്രൊഫഷണൽ സോൾജിയർ അല്ല. അയാൾ പ്രൊഫഷണൽ സോൾജിയർ അല്ലാന്ന് ഇയാൾ കരസേനാ മേധാവി ആയപ്പോഴേ പറഞ്ഞതാണ്. ഇയാൾ എങ്ങനെയോ ബൈ ഡിഫോൾട്ട് ഇയാൾ കരസേന പദവിയിലെത്തി. അയാൾക്കൊരു ഗഡ്ജ് ഉണ്ട് മോദിയോട്. കാരണം ഇയാളെ CDS ആക്കിയില്ല, സംയുക്ത സേന മേധാവി ആക്കിയില്ല, റിട്ടയർ ചെയ്ത അനിൽ ചൗഹാനെ ആക്കി. അത് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇതിൽ ഞാൻ പറയുകയും കൂടി ചെയ്തു പ്രിയൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ ഇന്ത്യയിലെ സൈനിക മേധാവികളോ അതല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് സിൻസിയറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള രഹസ്യ സേനയുടെയൊക്കെ റായ് അല്ലെങ്കിൽ IB-യുടെയൊക്കെ ചീഫുമാർ ഒരിക്കലും ബന്ധപ്പെടാത്ത ഒരു പത്രസ്ഥാപനമുണ്ട് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ ചെന്നൈയിൽ. ആ പത്രത്തിൻ്റെ പേര് ഞാൻ പറയണില്ല, പീപ്പിൾസ് ഡെയിലി ഓഫ് ചെന്നൈ എന്നാണ് പറയുന്നത്. കാരണം ആ പത്രത്തിൻ്റെ എഡിറ്റോറിയലൊക്കെ തീരുമാനിക്കണം അങ്ങ് ചെന്നൈയിലാണ്, ചൈനയിലാണ്. അതിൻ്റെ ഉടമസ്ഥൻ, പത്രത്തിൻ്റെ ഇവിടുത്തെ ഉടമസ്ഥൻ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാർഡ് ഹോൾഡിംഗ് മെമ്പറാണ്. അദ്ദേഹത്തിന് ക്രിസ്ത്യൻ വനിതകളോട് മാത്രമേ താല്പര്യമുള്ളൂ. അദ്ദേഹം ക്രിസ്ത്യൻ വനിതകളെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. 3-4 കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറയണം, എനിക്കറിയില്ല. ഒരു സ്വീഡിഷ് വനിതനെ കല്യാണം കഴിച്ചിരുന്നു, അവരിട്ടേച്ച് പോയി, ഇയാളുടെ ബോറടി സഹിക്കാൻ പറ്റാണ്ട്. പിന്നെ വേറെ ആരൊക്കെ വന്ന് അവരൊക്കെ ഇപ്പം അവസാനം കേരളത്തിൽ നിന്നുള്ള ഒരു വലിയ വൻകിട തോക്കിൻ്റെ കൊച്ചുമോളെയാണ് കല്യാണം കഴിച്ചിപ്പോൾ അവരുടെ കൂടെ താമസിക്കണം. എന്തെങ്കിലും ആട്ടെ, ആ പത്രത്തിൽ ഈ നരവാനെ തുടർച്ചയായിട്ട് എഴുതാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇയാൾ അപകടകാരിയാണ്, ഇയാൾ മോഡിക്കിട്ട് പാര പഠിക്കുന്നു. എന്തെങ്കിലും നടന്നു, എന്തെങ്കിലും ഇത് നടന്നു. അല്ല സാർ ഇപ്പോൾ വിശ്വസിക്കുന്നത് ഇത് മോഡിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് നടത്തിയൊരു ഗൂഢാലോചന? നരവാനെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് നടത്തി മോഡിക്കെതിരെ. ഇതേപോലെ വേറൊരു കഥാപാത്രം ഉണ്ടായിട്ടുണ്ടല്ലോ ഇന്ത്യക്കെതിരെ സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്ന്, ഒരു അഡ്മിറൽ എൽ രാമദാസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നാവികസേനാ മേധാവി ഉണ്ടായിരുന്നു. അപ്പം ഇയാള് ഒരു തട്ടിപ്പ് കേസാ. നാവികസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ, വൈസ് അഡ്മിറൽ അല്ലെങ്കിൽ റിയർ അഡ്മിറൽ ലെവലിൽ റിട്ടയർ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ രാമദാസ് നമ്പർ 1 ഫ്രോഡാണ്. ഇയാൾ എങ്ങനെ ഈ പൊസിഷനിൽ എത്തിയെന്ന് വെച്ചാൽ, നമ്മുടെ ദക്ഷിണ മേഖല നാവികസേന മേധാവി, സദേൺ നേവൽ കമാൻഡർ കൊച്ചിയിൽ, അന്ന് അവിടെ ഒരു കമാൻഡർ വന്നു, സദേൺ നേവൽ കമാൻഡിന്റെ ചീഫായിട്ട്, അഡ്മിറൽ കഠാരി എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല? അഡ്മിറൽ കഠാരി ബാഗ്
ഇപ്പോൾ ഉണ്ടല്ലോ, കൊച്ചിയിലുണ്ട് അദ്ദേഹത്തിൻ്റെ. കടാരിയുടെ ADC ആയിട്ട് ഇയാളെ വെച്ചു. അപ്പോൾ ഈ കടാരിയുടെ ADC ആയിട്ട് ഇയാളെ വെക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇയാളെ വേറെ ഒരു പണിക്കും കൊള്ളൂല എന്നാണ് അർത്ഥം. യുദ്ധം ചെയ്യാൻ പോകാനോ മറ്റേ ഗണ്ണറി സ്കൂളിലോ അതല്ലെങ്കിൽ സബ്മറൈൻ്റെ ഹെഡ് ആവാനോ ഒന്നും ഇയാളെ കൊള്ളൂല, സിഗ്നൽസിലൊന്നും കൊള്ളൂല. ഇയാൾ പിന്നെ കാക്ക പിടിക്കാൻ വളരെ മിടുക്കനായിരുന്നു, നല്ല അതോറിറ്റി ആയിരുന്നു ഇയാളെ കാക്ക പിടുത്തത്തിൽ. ചെറുപ്പക്കാരനല്ലേ അന്ന്. ഈ കടാരിയുടെ മകളാണ് ലളിത. ഇയാള് അപ്പൻ കട്ടാരിയുടെ പുറകിൽ ADC ഒക്കെ ആയിട്ട് നിന്ന് കണ്ണ് കാണിച്ച് കൈ കാണിച്ചിട്ട് ഈ പെണ്ണിനെ വശത്താക്കി കല്യാണം അടിച്ചെടുത്തു. പിന്നെ ഇയാളെ പ്രൊമോട്ട് ചെയ്യേണ്ട ചുമതല കട്ടാരിക്കായി. അയാളെ എനിക്ക് തോന്നുന്നു നാവികസേന മേധാവിയൊക്കെ ആയിരുന്നു കട്ടാരി. അന്ന് ഇയാളെ ഔട്ട് ഓഫ് ദ വേ ഒക്കെ പ്രൊമോഷൻ എല്ലാം കൊടുത്ത്. ഇവിടെ നാവികസേന ആസ്ഥാനത്ത് കടാരി ഭാഗം ഉള്ളത് അതുകൊണ്ടായിരിക്കും. അതെ അതെ, അത് ഇതിലാണ് പേരിട്ടിരിക്കുന്നത്, മെമ്മോറിയൽ. അന്ന് കാരണം എന്താ പറയുക, അന്ന് അത്രയും വലിയൊരു പ്രോമിനൻസ് കൊച്ചിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനെ ഈ മറ്റേ ലളിതേനെ കല്യാണം കഴിച്ച് ഇയാൾ കൂടി റിട്ടയർമെന്റ് ചെയ്ത് അതിനിടയ്ക്ക് വേറൊരു പണിയും കൂടി ഉണ്ടായിരുന്നു. ഇയാള് ഇന്ത്യ സോവിയറ്റ് യൂണിയനിൽ നിന്ന്, സോവിയറ്റ് യൂണിയൻ തകർന്നിട്ടില്ല, സോവിയറ്റ് യൂണിയൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് 91 സോവിയറ്റ് യൂണിയൻ ഡിസൻറ്റിഗ്രേറ്റ് ചെയ്ത് പോകണത്, 89 അന്ന് ഇന്ത്യ ഒരു ന്യൂക്ലിയർ എന്താ പറയുന്നത് സബ്മറൈൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് കടം മേടിച്ചു, പാട്ടത്തിലെടുത്തു. ഈ സബ്മറൈൻ കമാൻഡ് ചെയ്ത് ഇയാളായിരുന്നു. സബ്മറൈനെ കുറിച്ച് ഒരു വിവരമല്ല, പക്ഷെ ഇയാൾ അതിന്റെ കമാൻഡർ ആയിരുന്നു. ഇയാൾ അന്നൊന്നും ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. എന്നിട്ട് ഈ മനുഷ്യൻ ഒന്ന് ആലോചിച്ച് നോക്കി സുനിൽ, അയാളുടെ ചെപ്പയ്ക്ക് ഒരു അടി കൊടുക്കേണ്ടതാണ്. എനിക്ക് കൈയുണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്തേനെ. 98 വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് പൊക്രാനിൽ ഇന്ത്യ ന്യൂക്ലിയർ ആണ് പരീക്ഷണം നടത്തി. അത് കഴിഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ പത്രാധിപർ അല്ല ഉടമസ്ഥൻ, കാർഡ് ഹോൾഡിംഗ് മെമ്പർ ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി, CPM-ന്റെ അയാൾ ചെന്നൈയിൽ ഒരു ഫുൾ ഡേ ഒരു സെമിനാർ നടത്തി. ലോകസമാധാനം തകർന്നു, ഇന്ത്യ അണുബോംബ് പൊട്ടിച്ചതോടുകൂടി ലോകസമാധാനം തകർന്നു, ഇന്ത്യ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അങ്ങനെയാണ് ഇതൊരു മിലിറ്ററി ജിങ്കോയിസം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. അങ്ങനെ അങ്ങോട്ട് ഇയാൾ പ്രസംഗിച്ച് അവിടുത്തെ ആ ചടങ്ങിൽ ആദ്യ അവസാനക്കാരൻ എന്താ പറയണ, ഈ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഈ സദ്യക്ക് സദ്യ നടത്താൻ നിൽക്കുന്ന ആളെ പോലെ ഈ രാമദാസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇയാൾ അന്ന് പ്രസംഗിച്ചത് എന്താണെന്നറിയാമോ? എതുക്കായ ബോംബ്, വൈ ദിസ് ബോംബ്, വൈ ദിസ് എക്സ്പ്ലോഷൻ, കൊരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാണെന്ന്. ഇന്ത്യയുടെ ഒരു സേനയുടെ തലവൻ. അതെ അതെ, അയാളെ അന്ന് അവിടെ അടിക്കണ്ടല്ലേ. അപ്പൊ അയാളുടെ കയ്യിൽ പൂമാലയാണോ കൊടുത്തിരുന്നത്? നമ്മുടെ നാവികസേന ഒരു ന്യൂക്ലിയർ അന്തർവാഹിനി കൊടുത്തിരുന്നത്. പിന്നെ അന്വേഷിച്ച് വരുമ്പോഴാണ് അറിയണേ ഇയാളുടെ മകളെ ഈ അമിറ്റി ഇന്റർനാഷണലോ അതുപോലുള്ള ഏതോ ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ ഇന്ത്യൻ ഹെഡായിരുന്നു. അതിന്റെ ഫണ്ട് ഈ മതപ്രവർത്തനത്തിനും പ്രചരണത്തിനും ഇവാഞ്ചലൈസേഷനും പ്രൊസലിറ്റൈസേഷനും വേണ്ടി മാറ്റി വെച്ച് അത് ഉപയോഗിക്കണമെന്ന് അറിഞ്ഞിട്ട് ആ ഫണ്ട് ബ്ലോക്ക് ചെയ്തതിലുള്ള ദേഷ്യം തീർത്താണ് ഇയാൾ. രാജ്യത്തിനെതിരെ. ഇവർക്കൊക്കെ എന്ത് സിൻസിയറിറ്റി ഉണ്ട് സുനിൽ. അയാൾ ആത്മഹത്യ എന്ന് എഴുതില്ല. അയാളെ പോലുള്ള ഈ കറുത്ത ആളുകൾ എല്ലായിടത്തും ഉണ്ടാവും. എത്രയോ മാന്യന്മാരായ സൈന്യത്തിൽ ഈ ഫീൽഡ് മാർഷൽ മാനിക്ഷ, ഞാൻ ജീവിതത്തിൽ കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഫീൽഡ് മാർഷൽ മാനിക്ഷയെ കുറിച്ചിട്ട്. ഞാനപ്പോൾ അദ്ദേഹത്തിന് എടുത്ത് ചോദിച്ചു, സാർ എന്താ ആത്മഹത്യ എന്ന് എഴുതാ? ബോയ്, ഐ ഡു ഹാവ് മച്ച് ബെറ്റർ തിങ്സ് ടു ഡു ഇൻ ലൈഫ്. ഇങ്ങനെ പറഞ്ഞ ആളാണ്. അതേഴ്സ് റൈറ്റ് അബൌട്ട് മീ, ഐ ഡോണ്ട് ബോദർ. മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വേണം ഇതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, എനിക്കൊന്നും പറയാനില്ല. I was a soldier, I continue to be a soldier and I will fade out. I don't want anything to tell because it is the Indian army who made me. It is the Indian army who built up my career and it is the Indian army which has sustained me. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ നരവനെ പോലെയുള്ള ആളുകൾ ഞാനാണ് ഇന്ത്യൻ ആർമിയെ ഉണ്ടാക്കിയെന്ന് പറയും. അതെ അതെ അതെ. പക്ഷെ ഇപ്പോൾ ഈ സംഗതി ഗുരുതരമായിരിക്കുകയാണ്. ഡൽഹി പോലീസ് കേസെടുത്തു, FIR ഇട്ടു. FIR-ൽ രാഹുൽ ഗാന്ധിയും നരവനെയും ഒരുപക്ഷെ പ്രതികളായേക്കാം. അതെ 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 അതെ. ഇപ്പൊ പെൻഗ്വിൻ കൈയഴുകി. പെൻഗ്വിൻ ഇന്നലെ പ്രസ് റിലീസ് അയച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ഇതിനായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ ഈ പുസ്തകത്തിന്റെ പാർലമെന്റിൽ അവതരിപ്പിച്ചതായിട്ട് യാതൊരു ബന്ധവുമില്ല.
ഇതിനു മുമ്പ് വേറൊരു ഇഷ്യൂ കൊണ്ടിട്ടുണ്ടായിരുന്നു. അതായത് 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി കഴിഞ്ഞതിന് ശേഷം രാഷ്ട്രപതിയുടെ പാർലമെന്റിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ അദ്ദേഹം അഭിസംബോധന ചെയ്യുമല്ലോ 2 സഭകളെ. അതിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇസ്ലാമിക് ഫനാറ്റിക് ഉണ്ട് കൽക്കത്തയിൽ നിന്നുള്ള മുഹമ്മദ് സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അയാള് അന്ന് പാർലമെന്റ് മെമ്പറാണ്. അയാൾ പറഞ്ഞു, രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കണു, കഴിഞ്ഞ 900 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് ഒരു ഹിന്ദു പ്രധാനമന്ത്രിയെ ലഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇയാൾ ഭയങ്കര ഇതൊരു ഹൈന്ദവതയിലേക്കുള്ള സാഫ്രണൈസേഷനിലേക്കുള്ള ചൂണ്ടുപലകയാണ്, എനിക്ക് ഈ ഗവൺമെൻറ്റിനെതിരായി ഞാൻ നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണെന്ന്. രാജ്നാഥ് സിംഗ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഏത് മാസികയിലാണ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഏതോ ഒരു മാസികയുടെ പേര്. ഞാൻ ഒരു ഇൻ്റർവ്യൂവും കൊടുത്തിട്ടില്ല, മനസ്സിലായില്ലേ? ഈ പറയുന്ന മാസിക ഞാൻ കേൾക്കണം ആദ്യമായിട്ടാണ്. ഞാൻ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ആർക്കും കൊടുത്തിട്ടില്ല, ആരോടും സംസാരിച്ചിട്ടില്ല ഈ കാര്യം. നിങ്ങൾ പോയി നിങ്ങളുടെ ഫാക്ട്സ് ചെക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അത് പറഞ്ഞത് നമ്മുടെ അശോക് സിംഗൽ ഒരു മാസികയ്ക്ക് കൊടുത്ത ഇന്റർവ്യൂവിലാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ജസ്റ്റിഫിക്കേഷനാണ്. ഞാനത് അദ്ദേഹത്തെ സമ്മതിക്കും. 900 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടല്ലേ എന്താ പറയണേ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഹിന്ദു ഇന്ത്യൻ. വാജ്പേയി ഹിന്ദു ആണ്, പക്ഷെ അദ്ദേഹം ഒരിക്കലും അത് എന്താ പറയണേ ആ ഒരു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല ക്ലെയിം ചെയ്യാനായിട്ട്. നരേന്ദ്രമോദി ഞാൻ ഹിന്ദു ആണെന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു നുണ പറയാനായിട്ടും കള്ളത്തരം കാണിക്കാനും മാർക്സിസ്റ്റ് പാർട്ടീനെ കവിഞ്ഞ് ലോകത്ത് വേറെ ആരുമില്ല ഇന്ത്യയിൽ. അവരെപ്പറ്റി പ്രതിപക്ഷം പറയും, നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ പറയും ആടിനെ പട്ടിയാക്കാൻ മിടുക്കന്മാരായിരുന്നു, അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇതിനകത്ത് ഒരുപക്ഷെ ഈ ഔദ്യോഗിക രഹസ്യ നിയമം ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അയാൾക്ക് ബാധകമാണത്. പക്ഷെ അത് എങ്ങനെ കോടതി അത് എങ്ങനെയാണ്? ഇപ്പം അയാളിപ്പോൾ എത്രയോ തവണ മോദിനെ ചൗക്കിദാർ ചോർ ഹേ, മോദി ചോർ ഹേ എന്ന് പറഞ്ഞില്ലേ? പക്ഷേ രാഹുലിനെ വിടാം സാർ. ഞാൻ നോക്കുന്നത് ഈ ജനറൽ നരവന എന്ന് പറയുന്ന നരവാനയ്ക്ക് അയാൾക്ക് ഇത് ഈ വിവാദം അവസാനിപ്പിക്കായിരുന്നു. ഒരൊറ്റ വാക്ക് ഈ പുസ്തകം ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത്രയും ദിവസമായില്ലേ? ഒരു പത്രക്കുറിപ്പ് ഇറക്കിയാൽ മതി, എൻ്റെ പേരിൽ ഈ നടക്കുന്ന വിവാദങ്ങളിലൊന്നും അനാവശ്യമാണ്, എനിക്ക് പങ്കില്ല. അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് എന്തോ താല്പര്യമുണ്ട് ഇതെന്ന്. ഈ മറ്റേ സുനിൽ പറഞ്ഞില്ലേ ചാടിയാ കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുന്നുള്ളത്. അതോ എന്നിട്ട് അനിൽ ചൗഹാനെ റിട്ടയർ ചെയ്തു പോയ അനിൽ ചൗഹാൻ എന്താണ് 3 സ്റ്റാർ ജനറൽ ആയിരുന്നു, ലഫ്റ്റനന്റ് ജനറൽ ആയിരുന്നു. അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്ന് 4 സ്റ്റാർ ജനറൽ ആക്കിയിട്ടാണ് CDS ആയിട്ട് പ്രൊമോട്ട് ചെയ്തത്. ചട്ടം ഭേദഗതി ചെയ്തു. അതിനുള്ള കാരണം പറയുന്നുണ്ട്. അതിനുള്ള കാരണം ഗാൽവാന് ശേഷം ഈ പറയുന്ന ചൈനീസ് ടാങ്കുകൾ നമ്മുടെ പോസ്റ്റിലേക്ക് വന്നപ്പോൾ ഗാൽവാൻ കഴിഞ്ഞ ഉടനെ നമ്മൾ നമ്മുടെ നിലപാട് മാറ്റിയിരുന്നു. സൈന്യത്തിന് സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാവുന്ന നമ്മൾ നിയമം മാറ്റിയിരുന്നു. അപ്പം എന്നിട്ടും ഇയാൾ നടപടി എടുക്കാതെ എന്തു ചെയ്യണം എന്ന് ചോദിച്ച് അപ്പോൾ ഇയാളുടെ കപ്പാസിറ്റി മനസ്സിലായില്ലേ? അത് മാത്രമല്ല, രാജ്യരക്ഷാമന്ത്രി എന്താ അയാളോട് പറഞ്ഞത്? രാജ്യരക്ഷാമന്ത്രി പറഞ്ഞത് നിങ്ങൾക്ക് ഉചിതമായത് ചെയ്യൂ, ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. എപ്പോഴും ശരിക്കും ഒരു ദേശാഭിമാന പ്രചോദിതമാവേണ്ട വാക്കുകളാണ്. അതെ അതെ. സൈന്യത്തോട് പറയാ, ചൈനയാണെന്ന് നോക്കണ്ട, നിങ്ങളങ്ങ് ചെയ്തോ, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് രാഹുൽ ഗാന്ധി പോസിറ്റീവായി എടുക്കേണ്ടതാണത്. അത് പഹൽഗാം പ്രശ്നം ഉണ്ടായപ്പോൾ സുനിൽ ഓർമ്മയുണ്ട്, പ്രധാനമന്ത്രി വിദേശ പര്യടനം കഴിഞ്ഞ് വന്ന് ഡൽഹി എയർപോർട്ടിൽ ഇറങ്ങിയതും അദ്ദേഹത്തിനെ മറ്റേ കൊണ്ടുപോകാനായിട്ട് SPGയുടെ വാഹനം വന്നതൊക്കെ ഓർമ്മയുണ്ടോ? ആ വിഷ്വൽ എപ്പോഴും നമ്മുടെ യൂട്യൂബിൽ കാണാൻ സാധിക്കും. അദ്ദേഹം SPGക്ക് എന്തോ ഒരു കണ്ണുകൊണ്ടാണ് ഇത് കൊടുത്തത്, നിങ്ങൾ പൊക്കോ ഞാൻ വന്നേക്കാം. അദ്ദേഹവും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും അമിത്ഷായും രാജ്നാഥ് സിംഗും കൂടി ഒരു ഹാളിലേക്ക് കയറി പോവുക എയർപോർട്ടിൽ വെച്ചിട്ട്, പാലം എയർപോർട്ടിൽ വെച്ചിട്ട്. അവിടെ വെച്ചിട്ടാണ് മീറ്റിംഗ് നടത്തിയത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അദ്ദേഹം പത്രസമ്മേളനത്തോട് പറഞ്ഞത്, സൈന്യത്തിന് ഇനി മറുപടി പറയേണ്ടത് ഇന്ത്യൻ സൈന്യമാണ്, ഞങ്ങൾ അവർക്ക് ഫുൾ അതോറിറ്റി കൊടുത്തിട്ടുണ്ട്, അവർക്ക് ഇഷ്ടം പോലെ എപ്പോൾ വേണമെങ്കിൽ ഏത് സമയം എവിടെ വെച്ച് എങ്ങനെ വേണമെങ്കിലും അവർ തീർത്തോളും, ഞങ്ങൾക്ക് ഇനി ഒന്നും പറയാനില്ല ഇതിനെ കുറിച്ചൊന്നും. ഇതിൽ കൂടുതൽ ഒരു പ്രധാനമന്ത്രി എന്താ പറയേണ്ടത്, അല്ലെങ്കിൽ രാജ്യരക്ഷാമന്ത്രി എന്താ പറയേണ്ടത്? ഇതില് കുടുങ്ങും, നർവാനെ കൊടുങ്ങും. രാഹുൽ ഗാന്ധിനെ കോടതി ശിക്ഷിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം എന്താ, ശിക്ഷിച്ചു കഴിഞ്ഞാലും നമ്മുടെ ജയിലുകളിലൊന്നും മാനസിക രോഗികളെ ചികിത്സിക്കാനായിട്ടുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് അത് വേറെ സ്ഥലത്താണ്. അത് അതിന് വന്നിട്ടുണ്ട്. നിംഹാൻസില്ലേ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ സയൻസ്, അത് വന്നിട്ടുണ്ട്. അത് ഉത്തരേന്ത്യയിൽ ഇയാളെ പോലെയുള്ള ആൾക്കാരെ ചികിത്സിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പുതിയ ബജറ്റിൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനെ നിംഹാൻസ് തുടങ്ങിയിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട്.
ഏതായാലും ഈ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ കുമാർ ചെല്ലപ്പൻ സാറിനെ പോലെ ദീർഘകാലം ഇംഗ്ലീഷ് ദിനപത്രത്തിൻ്റെ മുഖമായിരുന്ന ഒരാൾ നമ്മുടെ കൂടെ വരുമ്പോൾ നമുക്ക് ഒരുപാട് പുതിയ ഇൻഫർമേഷൻസാണ് കിട്ടുന്നത്. ഇപ്പോൾ തന്നെ എത്ര കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. എന്നെ സംബന്ധിച്ച് പലതും ഞാൻ സാറിൻ്റെ നാവിൽ നിന്ന് കേൾക്കുമ്പോൾ ആദ്യം കേൾക്കുന്നതാണ്. നമ്മുടെ ഈ കഠാരി ബാഗിൻ്റെ കഥ, കഠാരി ബാഗ് ഞാൻ കാണാറുണ്ടായിരുന്നു. അതൊക്കെ പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ കുമാർ ചെല്ലപ്പൻ സാർ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ സൈന്യത്തെക്കുറിച്ച്, നമ്മുടെ സർക്കാരുകളെക്കുറിച്ച്, നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ച്, നമ്മുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് നിരന്തരം സംസാരിക്കാൻ സാറുണ്ടാവും. അദ്ദേഹത്തിൻ്റെ വലിയ ഒരു വിജ്ഞാന ഭണ്ഡാകാരത്തിൻ്റെ വാതിൽ നമ്മളൊന്ന് തുറന്നിട്ടുണ്ട്. അക്ഷയ ഖനിയാണിത്. അതിൽ നിന്ന് കോരിയെടുക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായും ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുക. ഉറപ്പായിട്ടും ഇത് കണ്ടിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് കുമാർ ചെല്ലപ്പൻ സാർ പറയുന്ന മറ്റു കാര്യങ്ങൾ തുടർന്ന് കേൾക്കാൻ കഴിയും.